ഒരു നാട്ടിൻപുറം. അവിടെ പുലർച്ചെ 4 മണിയോട് തുറക്കുന്ന ഒരു കട. ആ കടയിൽ പ്രധാന ഐറ്റം എന്താ വെച്ചാൽ അപ്പം. നമ്മളെ കോഴിക്കോട് ഭാഷ പറഞ്ഞാൽ വെള്ളപ്പം എന്നൊക്കെ പറയും. നമ്മളിവിടെ ട്രിവാൻഡ്രത്തൊക്കെ അപ്പം എന്ന് പറയും. അപ്പവും ചമ്മന്തി. നിങ്ങൾക്ക് വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ ഈ അപ്പവും ചമ്മന്തി എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ഈ അമ്മ വീട്ടിലാണ് അങ്ങനെ ഒരു ഡിഷ് ഉള്ളത്. അപ്പോൾ നോക്കാം. ഒരു വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ? ഇതെന്താ അമ്മ ഇങ്ങനെ സെറ്റപ്പ്? അപ്പവും ചമ്മന്തി മാറിയ ചിരിയാണല്ലോ. ഇത് മൊത്തം തന്നെയാണ് അപ്പവും ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഇവിടെ സാമ്പാറുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് പറയാതൊക്കെ ഗ്രീൻ പീസ് കറി, മുട്ടക്കറി അങ്ങനെയൊക്കെ വെച്ചു. പക്ഷെ ഇത് കഴിഞ്ഞ ആൾക്കാരോട് വരുന്നത് അപ്പവും ചമ്മന്തി കഴിക്കാൻ, ചൂടോടെ കഴിക്കാൻ. ഈ ചമ്മന്തി ഫ്രീ, സാമ്പാർ ഫ്രീ, കവർ ഫ്രീ കൊടുക്കുന്ന പാഴ്സൽ കൊടുക്കുന്ന കവർ ഫ്രീ. ഇതൊരു വെറൈറ്റി ആയിട്ടാട്ടോ. കാരണം ഞാൻ അത് കഴിക്കാൻ അപ്പവും ഇതെന്തെങ്കിലും തോന്നാൻ കാരണം എന്താ? ഈ അപ്പവും ചമ്മന്തി അച്ഛനായിരുന്നു ഉണ്ടാക്കുന്നത്. അച്ഛൻ മരിച്ചതിന് പിന്നെ ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പിന്നെ ഞാനങ്ങ് തുടർന്ന് കൊണ്ടുപോയി. എന്ത് ചെയ്യണ്ടേ? പരത്തണോ? അയ്യോ തിരിച്ചാ കറക്കണ്ടത്. എങ്ങോട്ട് ഇറക്കണ്ടേ? ഇനിയിപ്പോ കുഴപ്പമില്ല, അങ്ങനെ കറക്കാം. സെറ്റപ്പാട്ടത് ഉണ്ടോ? ഞാൻ പണി പഠിച്ചിട്ടോ. ലൊക്കേഷൻ എവിടെയായിരുന്നു അമ്മ? അല്ല, കോളനി ജംഗ്ഷനിലാണ് കട. അതായത് ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ കൊട്ടിയം വരണം അല്ലേ? കൊട്ടിയം വന്നിട്ട് കുണ്ടറ റോഡ് എന്നിട്ട് അങ്ങ് പെരുമ്പുഴ ജംഗ്ഷൻ ചോദിച്ചാൽ മതിയില്ല അമ്മ വീട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ചായ കുടിച്ചാ? ചായ കുടിച്ച് ഇനി അപ്പം കഴിക്കണം. അപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ രാവിലെ ചായ കുടിച്ചോളൊക്കെ പറഞ്ഞിരിക്കും പോലെ കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മകൾ അല്ലേ? പഴയ ഓർമ്മ. 20 വർഷമായി കട അല്ലേ? രാവിലെ നല്ല ചൂട് സാമ്പാർ, പിന്നെ ചമ്മന്തി. ഒരു നാട്ടിൻപുറമാണ്. ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് പത്രമൊക്കെ വിശകലനം നടത്തി കഥയൊക്കെ പറഞ്ഞ് ഒരു പഴയകാല ഓർമ്മകളിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നൊരു കട. അപ്പോൾ ഞാൻ 8:30 എത്തിക്കഴിഞ്ഞാൽ നല്ല അപ്പം കഴിക്കുക. പിന്നെ ലേറ്റ് ആയി അപ്പം കിട്ടില്ല. അപ്പോൾ ഇതിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.